വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൂച്ചുവിലങ്ങിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർവ്വസാധാരണമാണ്. സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറിച്ചല്ല, കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന കിം ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തര കൊറിയയെ കുറിച്ചാണ്. വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കിം ജോങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് 6 മാസ കാലമെങ്കിലും ലേബർ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന ജയിലിൽ അടയ്ക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മകത ഇവിടെയും ദൃശ്യമാണ്. ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയ തടവായിരിക്കും ലഭ്യമാവുക. വിവാഹമോചനം നേരത്തെയും ഉത്തര കൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു. പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ്. ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം. നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നയാൾ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ പങ്കാളികൾ ഇരുവർക്കും ശിക്ഷ അനുഭവിക്കണം. റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിയാങ്ങാക് പ്രവിശ്യയിലെ കിം ജോങ്ങിന് വേണ്ടി കൗണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് അന്നേ ദിവസം 12 ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചു എന്നാണ്. ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു. കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടന്നാൽ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നുള്ളൂ എന്നും അയാൾ പറയുന്നു. ഈ ഡിസംബർ മാസം മുതലാണ് വിവാഹമോചനം നടത്തിയാൽ ഇരുവരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയത് എന്നും അയാൾ പറയുന്നു. കൊറിയയിൽ വിവാഹമോചനം നിഷിദ്ധമാകുന്നത് അത് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് എതിരായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഇരു കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന ചരടായ കൺഫ്യൂഷ്യസ് മൂല്യങ്ങൾക്ക് എതിരാണ് എന്നതുകൊണ്ട് കൂടിയാണ്. കോവിഡ് കാല ലോക്ക്ഡൌൺ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാതീതം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. പൊതു ഇടങ്ങളിൽ അവഹേളനങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ലെന്നും RFIയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ വിവാഹമോചനം നേടി ലേബർ ക്യാമ്പിൽ 6 മാസം ചെലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറയുന്നത് പ്രായം 30കളുടെ അവസാനത്തിൽ ഉള്ളവരാണ് വിവാഹമോചനം നേടിയെടുക്കുന്നവരിൽ അധികവും എന്നാണ്. സ്ത്രീകൾക്ക് താരതമ്യേന കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ പറയുന്നു.